കർണാടകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീണ്ടും പരാതികൾ. വോട്ടർമാരോട് കാട്ടുന്ന ഗുരുതരമായ അനീതിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നടൻ പ്രകാശ് രാജും വിവിധ സംഘടനകളും കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുടെ അനുപാതം ഏറ്റവും കൂടുതലായി രേഖപ്പെടുത്തിയത് കർണാടകയിലാണെന്നാണ് ഇവരുടെ ആരോപണം. കർണാടകയിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിലൂടെ ഗണ്യമായി വോട്ടർമാരെ പുറത്താക്കുന്നുവെന്ന പരാതിയാണ് വ്യാപകമാകുന്നത്. 3 മാസത്തേക്ക് നടപടി നിർത്തിവെച്ച് വീടുകളിൽ നേരിട്ടെത്തി ആളുകളുടെ എണ്ണമെടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. നടൻ പ്രകാശ് രാജ ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 7 കോടി ജനങ്ങളാണ്, വോട്ടർമാരാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ 1 കോടിയിലധികം പേർ പുറത്തു പോകുന്ന സാഹചര്യമാണ്. കാലങ്ങളായി ബംഗളൂരു നഗരത്തിൽ തന്നെ താമസിക്കുന്ന ആളുകൾ, അവിടെ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം നേടി തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ വോട്ട് കിട്ടാത്ത, അവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് കാണുന്ന സ്ഥലത്തെ വോട്ടർമാരെ ഒഴിവാക്കുന്നുവെന്നാണ് ഒരു ആരോപണം ഉയരുന്നത്. എന്നാൽ കോൺഗ്രസ് സർക്കാർ ഇത് കൈമലർത്തുകയാണ്. അവർക്കറിയില്ല BJP ആണ് ഇത്തരത്തിൽ വോട്ടർമാരെ പുറത്താക്കുന്നതെന്ന വാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ വലിയ തോതിൽ വോട്ടർമാർ പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതാണ്ട് 80 ലക്ഷത്തിനടുത്ത് വോട്ടർമാരാണ് ബംഗാളിൽ പുറത്തു പോയത്. സമാനമായ ഒരു സാഹചര്യമാണ് കർണാടകയിലും ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മാസത്തെ കാലാവധിയിലേക്ക് നിർത്തിവെക്കണം. തുടർന്ന് ഇതിൻ്റെ നടപടികളുമായി SIR ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.